ഹായ് ഗെയ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതാ ഉസ്ബെക്കിസ്ഥാൻ താഷ്കന്തിലുള്ളത്. ഇന്ന് രാവിലെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിന്നതായിരുന്നു. അപ്പോഴാണ് ഐസക് ബ്രോ വിളിച്ച് പറഞ്ഞു. ഞാൻ റൂമിലായിരുന്നു, അറിഞ്ഞില്ല. അപ്പോൾ ഇറങ്ങിയത് നല്ല സ്നോഫോളാണ് എന്ന് പറഞ്ഞു. പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് യാഥാർത്ഥ്യം അറിഞ്ഞത്. കാരണം രാവിലെ ഒരു 6 മണി വരെ ഞാൻ പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്, പള്ളിയിലൊക്കെ പോയി വന്ന സമയത്ത്. ആ സമയത്തൊന്നും എന്തുണ്ടായിരുന്നില്ല, സ്നോഫോൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ 8 മണി തൊട്ടാണ് തോന്നുന്നു അല്ലേ സ്നോഫോളിൻ്റെ. 8 മണി തൊട്ട് ഏകദേശം ഇല്ല, ഞാൻ ഇറങ്ങുന്ന സ്ഥലത്ത് പുറത്തുണ്ടായില്ല. പക്ഷേ ഒരു ഉച്ചക്ക് 12 മണി വരെ, രാവിലെ 8 മണി തൊട്ട് 12 മണി വരെ സ്നോഫോളായിരുന്നു. അല്ലാണ്ട് ഇപ്പോൾ സ്നോഫോൾ ഒരു നല്ല ഭംഗിയാണ് കാണാൻ. ഒരു എന്താ പറയുക, നല്ല ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ തന്നെ താഷ്കന്തിലെ ഏറ്റവും വലിയ ഒരു ഹോൾസെയിൽ അല്ലെങ്കിൽ മാർക്കറ്റാണ്. നമ്മളിപ്പോൾ അൽമാട്ടിയിലൊക്കെ സെലോണി മാർക്കറ്റ് കാണിച്ചതോ, എല്ലാ സാധനങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു വലിയ മാർക്കറ്റ്. അവിടെ നമ്മൾക്ക് എല്ലാ സാധനങ്ങൾക്കും ഏറ്റവും റേറ്റ് കുറവായിരിക്കും. അവിടെ നമുക്ക് ബാർഗനിങ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കുറഞ്ഞ റേറ്റിൽ നമ്മൾക്ക് ഇവിടെ ലഭ്യമാകുന്ന ഒരേ ഒരു മാർക്കറ്റാണ് ചോർസ് ബസാർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പല വീഡിയോയും ചോർസ് ബസാർ കണ്ടിട്ടുണ്ടാവും. എന്നാൽ നമ്മളിന്ന് പോകുന്നത് ചോർസ് ബസാറിൽ നമ്മൾ കുറച്ച് പർച്ചേസിങ് ഉണ്ട്. ഐസക് ബ്രോനും കുറച്ച് പർച്ചേസ് ഉണ്ട്, എനിക്കും കുറച്ച് പർച്ചേസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചു വരും. അപ്പം പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾക്ക് പറ്റുന്നത്ര നല്ല വീഡിയോസൊക്കെ, കൗതുകരമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, പിന്നെ അതിന് നമ്മൾ ഇവിടുന്ന് പോകുന്നത് നമുക്ക് അൽമാസോറിന് ഇവിടെ മെട്രോ, നമ്മുടെ നിയർ ബൈ ഉള്ള മെട്രോ അൽമാസോറാണ്. അൽമാസോർ മെട്രോ എന്ന് കയറിയിട്ട് കണക്ഷനാണ്. അത് ചോർസൂരാണ് നമ്മൾ ഇറങ്ങുക. അവിടെയാണ് മെട്രോ കിടക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഈ സ്നോഫോളിന് ശേഷമുള്ള വൈബ് കണ്ടോ, ഫുള്ള് നല്ല അടിപൊളിയാണല്ലേ കാണാൻ, സ്നോ ആയിട്ടേ. എന്തായാലും നമ്മളെ പിന്നിൽ ആരൊക്കെ വരുന്നുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ സ്ലോയിൽ നടക്കുന്നിട്ട്. അല്ല, നമുക്ക് മെട്രോ കയറി, മെട്രോൻ്റെ വിശേഷങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. മെട്രോ കയറി കഴിഞ്ഞ് ചോർസ് ബസാറിൽ എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു കേട്ടോ. അപ്പോൾ ഗെയ്സ്, നമ്മളങ്ങനെ ഇതാ ചോർസ് എന്ന് പറഞ്ഞുള്ള മെട്രോ സ്റ്റേഷൻ ഇറങ്ങി. ഇവിടുന്ന് നേരെ ഈ സ്റ്റെപ്പ് കയറി വെച്ചിരുന്ന തന്നെ മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ ജസ്റ്റ് മാർക്കറ്റിൻ്റെ വീഡിയോസ് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചു. അപ്പോൾ കയറി വരുമ്പം തന്നെ ചെറിയ കിളിക്കൂടും ചെറിയ കിളികളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ കുറച്ചൊക്കെ അടച്ചിട്ടുള്ളത് കണ്ടോ, ബാഗ്, ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്ത ബാഗും കാര്യങ്ങളൊക്കെ. നമുക്ക് തൊപ്പിന് വാ ബ്രോ, റേറ്റ് നോക്കാം. ഇത് എത്ര പൈസ വെച്ചിട്ട്? 10,000 മുകളിലാണ് തോന്നുന്നു അല്ലേ? നമുക്ക് എത്ര കൊണ്ടുവന്നു? ഒരു 7,000 രൂപ ടങ്ങി സോങ്ങിന് കിട്ടുമോ വെച്ചോക്കെ? Я. Сколько? Как нужно? Вот 15 тысяч сом начинается. Bro, 1,00,000 something ആണെന്ന് തോന്നുന്നു. Oh, 7,000? 7,000? Brazilian one. 120 നാവുമാര് പറയണമെങ്കിൽ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 1,00,000. നമുക്കിത് നോക്കി എന്താ കേട്ടാണ്, കുറെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അടിപൊളി. അവന്മാർ 1,00,000 സോമാണ് പറഞ്ഞു. 1,00,000 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് 1,20,000. അതായത് നമ്മുടെ നാട്ടിൽ 800-900 രൂപയായിട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ ക്യാഷ്. അത് ബാർഗൻ ചെയ്ത് നടക്കും. പക്ഷെ അവന്മാർ നമ്മള് ഫോറിനേഴ്സ് ആണെന്നുള്ളത്. ഇതാ ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടോ, പക്ഷെ ഇതിനേക്കാൾ റേറ്റ് കുറവായിരിക്കും അകത്ത്. ഇതൊക്കെ ഔട്ട് സൈഡ് കേട്ടോ. ഇത് കണ്ടോ, ഈ കാണുന്ന ആ ഒരു ഇത് കണ്ടോ, ഇതിനകത്താണ് ശരിക്കും ചോർസോ മാർക്കറ്റ്. ഇത് പിന്നെ പുറത്തൊക്കെ ഇങ്ങനെ ഉണ്ട്, പക്ഷെ ഇതൊക്കെ റേറ്റ് കൂടുതലായിരിക്കും. ഉള്ളിലുള്ളതിനേക്കാൾ റേറ്റ് കൂടുതലായിരിക്കും ഇവിടെയൊക്കെ. ഇതിപ്പോൾ ഇന്ന് സ്നോ വീഴുന്നതുകൊണ്ടേ ഒരുവിധ ആൾക്കാരൊക്കെ പൂട്ടിയിട്ടുള്ളൂ. കാരണം ഇന്ന് കസ്റ്റമേഴ്സ് കുറവാണ്. നമ്മൾക്കും അതാണ് വേണ്ടത്, അത്യാവശ്യം തിരക്ക് കുറഞ്ഞിട്ടുള്ള ടൈം കയറുന്നതല്ല നല്ലത്. അപ്പോൾ ഇതാ ചോർസ് ബസാറിൻ്റെ അകത്തേക്ക് നമുക്ക് ഏതായാലും പോയി നോക്കാം. ഓക്കെ, അമ്പോ നല്ല തിരക്കാട്ടോ. ഇതിലെ പോയി നോക്കിക്കാം. ഇവിടെ കുറേ സുവനീഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ സുവനീഴ്സ് ചിലപ്പോൾ ഇവിടെ റേറ്റ് കുറഞ്ഞ് കിട്ടുമായിരിക്കും. നമുക്ക് നോക്കി നോക്കാം ഇതിൻ്റെ റേറ്റൊക്കെ.
മലയാളിയാ? ചേച്ചിയോ? ഓക്കെ. നമുക്കിവിടെ സുവനിയർ നോക്കി വെക്കാം. സുവനിയറിൻ്റെ റേറ്റ് വെച്ച് നോക്കിയാ. ഓക്കെ. ഇതിന് കുറേ ഇതുണ്ടോ, നല്ല ഡിസൈനിങ് ഒക്കെ ചെയ്ത്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിരിക്കില്ലടാ? വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ആഹാ. ഓക്കെ. This only 10,000 som. 10,000. This 30,000. 30,000. ഓക്കെ. 10,000 പറഞ്ഞത് നമുക്ക് 5,000 കിട്ടും കേട്ടോ. 10,000 പറഞ്ഞ റേറ്റ് കുറവാണല്ലോ. ഓക്കെ. നമ്മൾ ഇന്നലെ സംസാരിച്ച എത്ര പറഞ്ഞവര്? 20,000 പറഞ്ഞു. ഇവിടെ 10,000. ഓക്കെ. എല്ലാം കുറയില്ലേ? അപ്പം നീ കുറച്ച് തുടങ്ങിക്കോളി. ഇതുണ്ട് ഈ സാധനം, മാഗ്നറ്റ്. ഈ സാധനം അറിയോ? കൈമുട്ട കൈൻ്റെ പണിയായി. ഓക്കെ. അല്ല, നമുക്ക് സുവനീഴ്സൊക്കെ വാങ്ങിക്കണ്ടേ? അപ്പോൾ ഇതൊക്കെ നോക്കി നോക്കാം. ക്യാപ്പ് ഉണ്ട്. നമുക്കിതൊക്കെ നോക്കിയിട്ട് എത്ര കിട്ടും നോക്കിയിട്ട് പറയട്ടെ. കുറേ ബാർഗെയിൻ ചെയ്യേണ്ടില്ല. അതൊക്കെ ഇതിനെ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ സുവനീർ വാങ്ങി 17,000 സോമനല്ലേ? ഏതാണ് സാധനം? എവിടെ അതെവിടെ നമ്മുടെ സാധനം? പുള്ളി അതിൻ്റെ അടിയിലേക്ക് ഇട്ടു. ഓക്കെ. നമ്മുടെ സാധനം കാണിച്ചു കേട്ടോ. 2 കൂടി 17,000 സോമന്. 17,000 എന്ന് പറയുമ്പോൾ നാട്ടിലെ ചെറിയ പൈസ. എത്ര? 120 രൂപ, 110 രൂപയ്ക്ക് 2 സോനിയർ. ഒന്ന് ഉസ്ബെക്കിസ്ഥാൻ്റെയും മറ്റേത് ടാഷ്കന്തിൻ്റെയും. ഇത് ടാഷ്കന്തിൻ്റെ ടെലിവിഷൻ ടവർ കേട്ടോ. അത് നമ്മളെന്തായാലും അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഉസ്ബെക്കിസ്ഥാൻ്റെ അവരുടെ എംബ്ലമാണെന്ന് തോന്നുന്നു മൊത്തത്തിൽ, നാഷണൽ. സെറ്റല്ലേ? ഓക്കെ. ഓക്കെ. ഇത് ഏകദേശം 2 ലക്ഷം. എത്ര പറഞ്ഞു? 1 ലക്ഷം അല്ലേ? ഇത് 2 ലക്ഷം രൂപ കേട്ടോ. ഇതിനൊക്കെ സപ്പമാണ്. നല്ല അടിപൊളി സാധനമാണ്. 2 ലക്ഷം സോമ്. ഓക്കെ. അതിൽ 10,000 സോമ് കുറച്ചിടാന്ന് പറഞ്ഞു. ഓക്കെ. നമുക്കിതായാലും ബസാറിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. ഇവിടെ നേരെ പോയിട്ട് റേറ്റ് കേട്ടോ. ജാക്കറ്റ് നീത്ത്. നമ്മുടെ അശ്വിൻ ബ്രോ അത്യാവശ്യം പഠിച്ചു തുടങ്ങുന്നുണ്ട്. ഉസ്ബെക്കി അല്ല റഷ്യനാ പഠിച്ചു തുടങ്ങുന്നത്. ഓക്കെ. നമുക്ക് മുകളിലേക്ക് എത്തിയിട്ട് കാണാം കേട്ടോ. ഇത് ഈ ചോർസ് ബസാറിൻ്റെ പുറത്ത് സൈഡിലുള്ള ഒരു ചെറിയ മാർക്കറ്റാണ്. ഇവിടെ കണ്ടോ കുറേ മുളക് പൊടി. വേണ്ട എന്തൊക്കെ സാധനം ഇവിടെ ഫുള്ളും വെജിറ്റബിൾസ്. ഇതൊക്കെ കണ്ടോ എന്തൊക്കെയാ? മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, എല്ലാ പൊടിയാണ് കണ്ടോ. ഇതൊക്കെ മൊത്തം നമ്മളുടെ മസാലാസാണ്. സ്പൈസസും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ ഒരു ഏരിയ. പിന്നെ ഇതാ ഞാൻ പറഞ്ഞല്ലോ, ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി ഇട്ട് ഇവിടുന്ന്. ഇവിടെ മൊത്തം പറിച്ച്. നിങ്ങൾക്ക് ഉള്ളി വേണോ? ഒരു ചാക്ക് ഉള്ളി എടുത്താലോ? എടുത്തോ. വേണ്ട, ഉള്ളി പലതരം ഉണ്ട്. വെളുത്തുള്ളിയും വെളുത്തുള്ളി മീൻസ് വെള്ള കളർ ഉള്ളി, വലിയ സവാള. ഞാൻ അവിടെയൊക്കെ ചാക്ക് പോലെ ഇങ്ങനെ ലോഡ് വെച്ചിട്ടുണ്ട്. ഇവിടുന്നൊക്കെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും വാങ്ങിക്കട്ടോ. നല്ല ചീപ്പ് റേറ്റ് ആയിരിക്കും സാധനങ്ങൾക്കൊക്കെ. തക്കാളിയൊക്കെ ഉണ്ടോ? 2-3 ടൈപ്പ് തക്കാളി ഉണ്ട് ഈ കാണുന്നത്. നമസ്തേ. ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ട് സൈഡിലുള്ള ഒരു ബസാറിൻ്റെ അവസ്ഥ കേട്ടോ. ഓക്കെ. മറ്റേ ക്യാപ്സിക്കൊക്കെ പല കളർ, പല ടൈപ്പ് ക്യാപ്സിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എരിവ് കുറവായിരിക്കും കേട്ടോ. ഇതുണ്ടോ നല്ല തണുപ്പുണ്ട്. ഫോൺ പിടിക്കാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം കൈ തണുത്തിട്ടേ -1 -2 ആയിട്ടാണ് ഇപ്പോൾ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വെജിറ്റബിളും മറ്റേ മസാല മാർക്കറ്റൊക്കെ. ഇതുണ്ടോ അങ്ങനെ ഈ കാണുന്ന കൂടാരത്തിനകത്താണ് ശരിക്കും ചോർസ് ബസാർ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ അതിൻ്റെ ഓരോ റൗണ്ട്സിൽ ഇങ്ങനെ കയറി അകത്തേക്ക് വരികയാണ്. ഇതിൻ്റെ ഈ ചോർസ് ബസാറിൻ്റെ ചുറ്റിങ്ങനെ ഒരു റിങ് ടൈപ്പിൽ കാണുമ്പോൾ നോക്കുമ്പോൾ അതാണ് ഇങ്ങനെ ഈ സൈഡിൽ കാണുന്ന ഔട്ട്ലെറ്റൊക്കെ. നമ്മൾ ഈ ഇതും കൂടി കഴിഞ്ഞ് നേരെ അകത്തേക്കാണ് കയറുക. ഇതിന് ചുറ്റും ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിന് ചുറ്റും കറങ്ങി കാണാനൊന്നുമില്ല. ഇത് അപ്പോൾ ഇതുണ്ടോ ഡാൽഡ, നെയ്യ്, ഓയിലും കുക്കിംഗ് ഓയിലും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ചോർസിൻ്റെ മെയിൻ ആ കൂടാരത്തിൻ്റെ എൻട്രൻസ്. നേരെ ഇതിനകത്ത് കയറാണ്. സൈഡിൽ മീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വെച്ചിട്ട്. ഇതുണ്ടോ ഇതൊക്കെ കാലി കിടക്കുന്നു.
ഇതാണ് ചോർസ് ബസാർ. നമ്മുടെ സെയിം സെലോണി മാർക്കറ്റിൻ്റെ വേറെ രീതി കേട്ടോ. മുകളിലൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിരിക്കും. ഇവിടെ ഓക്കെ. പിന്നെ അപ്പോൾ ഇതുണ്ടോ ഇവിടെയൊക്കെ മീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെ ജസ്റ്റ് മുകളിലേക്ക് കയറാം കേട്ടോ. കാരണം താഴത്തുനിന്ന് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അവർ. അപ്പോൾ നമ്മൾ മുകളിലേക്ക് വരികയാണ്. മുകളിലേക്ക് വന്നിട്ട് എടുക്കുകയാണ്. ഇതുണ്ടോ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മൊത്തം കിടക്കുന്ന രീതിയാണ്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഇവിടുന്ന് ഇതൊക്കെയാണ്. ഇതൊക്കെ താക്കണ്ടോ ഫുള്ളും മീറ്റിൻ്റെ മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. ഫുള്ളും മീറ്റും ചിക്കനും വിത്ത് ബീഫും കുതിരയൊക്കെ ഉണ്ട് കേട്ടോ. ഹോഴ്സ് മീറ്റൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, അത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാത്ത വെച്ചാൽ അവിടെ അവർക്ക് സീനാകുന്നുണ്ടോ. ഈ ഒരു ഏരിയ ഉണ്ട്, ഈ റൗണ്ട്സ് ഫുള്ളും ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇതാ ഏതൊക്കെ ഇവിടെ നാട്ടിൽ പോകുമ്പോൾ ഞാൻ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് പോകാറുണ്ട്. ചെറിയ റേറ്റ് കേട്ടോ. വാൾനട്ട്സ് ഒക്കെ നാട്ടിൽ 230 250 രൂപ കിലോനൊക്കെ കിട്ടും. ഹരിയിലൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റണം. എന്തായാലും ഇന്ന് നല്ലൊരു കനത്തുള്ള പർച്ചേസിങ് നടത്താൻ തോന്നുന്നു വന്ന സ്ഥിതിക്ക്. ഇപ്പോഴേ നടത്തി വെക്കാലോ. അപ്പോൾ ഇതാണ് ചോൾസൂൻ്റെ ഒരു ഇതെല്ലാം കണ്ട മുകളിൽ അടിപൊളിയില്ലേ. ഇത് ഫുള്ള് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുതിര, ആട്, പോത്ത്, പശു എല്ലാத்தைയും വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് സംഗതി. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടോ നല്ല ഡിസൈൻ ചെയ്തിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ബ്രദർ സ്കൂൾക്ക എത്ര 100 10,000 സോം. 10,000 എന്ന് പറയുമ്പോൾ നാട്ടിൽ 60 സംതിങ്. ഓക്കെ, അത് റേറ്റ് കുറവുള്ള സാധനമുണ്ട്, കൂടുതലുള്ളതുണ്ടാവും. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് കുറഞ്ഞതായിരിക്കും. എന്നാലും നമുക്ക് വാങ്ങിച്ചു നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ചേട്ടൻ എടുക്കുന്ന എന്ത് ചെയ്തു, ഓക്കെ ആപ്രിക്കോട്ട് ഇത് വാങ്ങിച്ചു. വാൾനട്ട് എത്ര ഒരു കിലോന് 50,000 സോമം. 50,000 സോമം എന്ന് പറയുമ്പോൾ 300 രൂപ, 350 രൂപയ്ക്ക് 1 kg കേട്ടോ. കാണിച്ച ബ്രോ ഇതാ 1 kg വാൾനട്ട് വാങ്ങി നമ്മൾ 350 രൂപ കേട്ടോ നാട്ടിലെ. അതായത് 1 ലക്ഷം സോമം എന്ന് പറയുമ്പോൾ 600 650 700 രൂപ കണക്ക് കൂട്ടിക്കോ. 700 ആയില്ല, 700 രൂപ കണക്ക് കൂട്ടിയാൽ തന്നെ 50,000 സോമം എന്ന് പറയുമ്പോൾ ഓക്കെ പൈസ കൊടുത്തു. അങ്ങനെ നമ്മളിതാ ഈ അത്തിപ്പഴം കണ്ടോ. ഈ അത്തിപ്പഴം നമ്മൾ 55,000 സോമ് 1 kg. മാമ കുറച്ച് റഹ്മാത്ത്. ഓക്കെ, 55,000 സോമം എന്ന് പറയുമ്പോൾ 1 കിലോന് അത്തിപ്പഴത്തിന്. അത് നല്ല അടിപൊളി സാധനം കേട്ടോ. നമ്മുടെ നാട്ടിലെ ഭയങ്കര ഡ്രൈ ആയിട്ട് വരുന്നതല്ല, അത്യാവശ്യം അതിൽ ഉണക്കിയിട്ട് വരുന്നത്, പ്യുവറായിട്ട് നാച്ചുറലായിട്ട് ഉണക്കിയിട്ട് വരുന്ന സാധനമാണ് അത്തിപ്പഴം. അപ്പോൾ അത്തിപ്പഴമൊക്കെ ആരോഗ്യത്തിന് നല്ലതാണ് കണ്ടോ. ഈ ഒരു സാധനം ഇത് 55,000 സോമം എന്ന് പറയുമ്പോൾ ഏകദേശം നേരത്തെ പറഞ്ഞാൽ 300 രൂപ 350 രൂപ റേഞ്ചിന് 1 kg കിട്ടി കേട്ടോ. 1 കിലോ. അതായത് ഇന്നത്തെ പർച്ചേസിങ് മൊത്തം. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കിയോ കേട്ടോ. ഓക്കെ, ഇത് ഉണ്ടോ ഉസ്ബെക് ടീ കൊൽക്ക 1 kg. വെരി ഗുഡ്. ഉസ്ബെക് ടീ, ഉസ്ബെക്കിസ്ഥാൻ്റെ ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ കേട്ടോ. ഓക്കെ ഓക്കെ. ജീര, ആഹാ ജീരകം പൊടിച്ചതാ അല്ലേ. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. നമ്മളിനി അടുത്ത പർച്ചേസിങ്ങിലേക്ക് പോവാണ്. ഇന്ന് കട്ട പർച്ചേസിങ് ആയടാ. ഓക്കെ, പിന്നെ നമുക്ക് ആപ്രിക്കോട്ട് വാങ്ങിക്കണം. ആപ്രിക്കോട്ടും കൂടി നോക്കാം. പിന്നെ ആപ്രിക്കോട്ട് എടുത്ത് ആപ്രിക്കോട്ടിൽ ചെറിയ പണിവാളി കേസ്. അതായത് 70,000 അയാൾ പറഞ്ഞത്, നമ്മൾ 60,000 എടുത്ത് പറഞ്ഞു. 50,000 പറയേണ്ടത് 60,000 അപ്പോൾ പുള്ളി ഓക്കെ അടിച്ചു. അപ്പോൾ 60,000 സോമിന് 60,000 എന്ന് പറയുമ്പോൾ സെയിം നാട്ടിലെ 300-400 രൂപക്ക് 1 കിലോ ആപ്രിക്കോട്ട് കേട്ടോ. എന്നാലും കുറവാട്ടോ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഗൈസ് നമ്മൾ കറങ്ങി ഇതാ ഇവിടെ എത്തി, ചേച്ചീൻ്റെ അടുത്ത് തന്നെ എത്തി. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു. ഏകദേശം ഒരു 2 ലക്ഷം സോമിൻ്റെ പർച്ചേസിങ് നടത്തി. അതായത് ആപ്രിക്കോട്ട്, പിന്നെ അത്തിപ്പഴം, അതുപോലെ തന്നെ വാൾനട്ട്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഒരു 3 kg ടോട്ടല് ഒരു 2 lakh 1.5 lakh 1.5 lakh നാട്ടിലൊരു 1000 രൂപ ആയിട്ടില്ല കേട്ടോ. എന്നാൽ പോലും റേഞ്ചിന് കിട്ടി. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങാണ്. പിന്നെ അടുത്ത ബാക്കി നമ്മൾ കുറച്ച് പുറത്തുനിന്നുള്ള പർച്ചേസിങ് ഉണ്ട്. അപ്പോൾ അവിടത്തേക്ക് പോയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാലുള്ള ഒരു സൈഡിൽ സ്ട്രീറ്റ് ആട്ടോ. ഇതാണ്ടോ ഫുള്ള് മുട്ടകൾ
മുട്ടകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതായത് 1000, 1500, 1400 ഈ റേറ്റിലൊക്കെ കേട്ടോ. പിന്നെ അരികൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പോലത്തെ അരികൾ കണ്ടോ, എല്ലാ അരിയും കാര്യങ്ങളുണ്ട്. പലതരം അരി, ചെറുപയർ അരികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള അരികളൊക്കെ, ബിരിയാണി വെക്കാനുള്ള അരിയും അതൊക്കെ, പ്ലോവ് ഉണ്ടാക്കാനുള്ള അരി അതൊക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഈ ഒരു മാർക്കറ്റ്. നമ്മുടെ അൽമട്ടിയിലെ സെനോണി മാർക്കറ്റിനേക്കാൾ വലിയ മാർക്കറ്റ് കേട്ടോ. ചോയ്സും അവിടെ ന്യൂഡിൽസും പാസ്തയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ സൺഫ്ലവർ ഓയിൽ, കോക്കനട്ട് ഓയിൽ ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് ഇതിങ്ങനെ എന്താ പറയുക, ഇത് ഇന്ന് തീരും തോന്നില്ല, അത്രക്കും ഉണ്ട് ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾക്കിനി ഒരു ബാഗും അതുപോലെ തന്നെ കുറച്ച് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അവിടത്തേക്ക് പോയിട്ടുള്ള കാര്യങ്ങൾ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ചോർസോ ബസാറിന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ഏകദേശം ഞാൻ 2-2.5 ലക്ഷം സോം, 2-2.5 ലക്ഷം സോം വെച്ചാൽ നമ്മുടെ നാട്ടിൽ 2000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തതാണ്. ഇതായി കണ്ട് പെട്ടി അടക്കം. പെട്ടി എനിക്ക് 2 ലക്ഷം സോമിന് കിട്ടി. പെട്ടിയും അതിനകത്ത് നിറയെ സാധനങ്ങളൊക്കെ ആയി നമ്മൾ ബസാറിൽ നിന്ന് വരികയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതാ മെട്രോ കയറി തിരിച്ചു പോവാണ്. ഇന്നത്തെ കണ്ടല്ലോ മാർക്കറ്റ് വെച്ചാൽ വലിയ മാർക്കറ്റാണ് ഇവിടെ. അപ്പോൾ ഈ മാർക്കറ്റിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.